സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമാണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, സിഗ്നേച്ചർ, അതുപോലെ ഇൻകം പ്രൂഫ്. ഇൻകം പ്രൂഫ് ഓപ്ഷനിലാണ്. ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇൻകം പ്രൂഫിന്റെ ആവശ്യം വരുന്നത്. അപ്പം സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യും സെറോദയുടെ ഒഫീഷ്യൽ പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നിങ്ങൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അടുത്ത് നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സ്റ്റേജാണ്. നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഇമെയിൽ ഐഡിയിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അടുത്ത സ്റ്റേജ് നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താനുള്ള സ്റ്റേജ് ആണ്. നമ്മുടെ പാൻ കാർഡ് നമ്പറും പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ ചൂസ് യുവർ അഡ്രസ് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ നമ്മൾ ആസ് പെർ KYC രജിസ്റ്റേർഡ് റെക്കോർഡ് എന്ന് സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത ആധാർ KYC ആണ്. നമ്മളോട് കണ്ടിന്യൂ ടു ഡിജി ലോക്കർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിന് തൊട്ട് താഴെയുള്ള ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തത് നമ്മുടെ 6 ഡിജിറ്റ് ഡിജി ലോക്കർ സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജ് ആണ്. നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മളത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം സെറോദ നമ്മുടെ കൺസേൺ ചോദിക്കുന്നുണ്ട് ആധാർ കാർഡ്, പാൻ കാർഡ് ഡീറ്റെയിൽസ് ഡിജി ലോക്കറിൽ നിന്ന് എടുത്തോട്ടെ എന്ന്. അതിനുശേഷം നമ്മൾ അലോ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം സെറോദയ്ക്ക് സക്സസ്ഫുള്ളി നമ്മുടെ ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സ്റ്റേജ് ആണ്. നമ്മുടെ മാരേജ് സ്റ്റാറ്റസ്, സിംഗിൾ ആണോ മാരീഡ് ആണോ, അതുപോലെ ഫാദർ നെയിം, മദർ നെയിം, നമ്മുടെ ആനുവൽ ഇൻകം, അതുപോലെ നമ്മൾ ട്രേഡിംഗിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മുടെ ജോലി എന്താണ്, പ്രിഫറൻസ് ഫോർ റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെന്റ് മാസത്തിൽ വേണോ അതോ ക്വാർട്ടർലി വേണോ എന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ ഒരു പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ, രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ആളാണ് യൂസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജ് ആണ്. IFSC കോഡും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത വെബ്കാം വെരിഫിക്കേഷൻ ആണ്. നമ്മളൊരു വൈറ്റ് പേപ്പറിൽ നമ്പർ ചെയ്തതിന് ശേഷം നമ്മുടെ മുഖം കാണത്തക്ക രീതിയിൽ ഒരു സെൽഫി ക്യാപ്ചർ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അടുത്തത് നമുക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ സ്റ്റേജ് ആണ്. നമ്മൾ ഇൻകം പ്രൂഫ് ഓൾറെഡി കണ്ടതാണ്, ഓപ്ഷനാണ്. ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ്. അതുപോലെ സിഗ്നേച്ചർ നമുക്ക് കറന്റ് ടൈമിൽ സൈൻ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഓൾറെഡി ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കറന്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്ത് നമുക്ക് നോമിനി ആഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ്. നമുക്ക് ആഡ് നോമിനി എന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോമിനി ആഡ് ചെയ്ത് നോമിനിയുടെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് നോ സ്കിപ്പ് ദിസ് എന്നാണ്. ഞാൻ അതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്തു. അടുത്തത് സൈൻ ആണ് വരുന്നത്. നമ്മൾ സൈനിങ് നൗ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. തൊട്ട് സൈഡിലുള്ള ഈ 3 കണ്ടീഷൻ്റെ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം സൈനിങ് നൗ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമുക്കൊരു ചെക്ക് ബോക്സ് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഫോണിലേക്ക് ആധാറുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ ആൻഡ് സൈനിങ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ സൈൻ നൗ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമുക്കൊരു പേജ് കാണാൻ സാധിക്കും. നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ തൊട്ട് താഴെ യുവർ സെറോദ ID എന്ന് കാണാൻ സാധിക്കും. അത് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ കൈറ്റ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ യൂസർ ID ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ഫസ്റ്റ് നമ്മൾ കൈറ്റ് ഓപ്പൺ ആക്കുക. അതിനുശേഷം ലോഗിൻ ടു കൈറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞ യൂസർ ID നമ്മൾ ഓൾറെഡി ക്രിയേറ്റ്, പിന്നെ അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാസ്വേഡ് ഉണ്ട്. അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൈറ്റിൽ എൻ്റർ ആവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസിൻ്റെ ഒക്കെ ബേസിസിൽ നമുക്ക് സ്റ്റോക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക.